ഇസ്രായേൽ വീണ്ടും പുതിയ വെല്ലുവിളി ഉയർത്തുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അമേരിക്കയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇറാനെ തകർക്കാനെന്നാണ്, ഭസ്മമാക്കാനെന്നാണ്. യുദ്ധവരിയുടെ വംശഹത്യയുടെ പലകോടിയിലാണ് ഇസ്രായേൽ. അവർക്ക് യുദ്ധം ചെയ്തേ മതിയാകും. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അടുത്തിടെ നടത്തിയ പ്രസ്താവനയിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ സർവ്വസജ്ജമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രീൻ സിഗ്നലിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും അത്തരമൊരു അനുമതി ലഭിച്ചാൽ ഇറാൻ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ആക്രമണമായിരിക്കും നടത്തുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ ഇറാനുമായി ഒരു നയതന്ത്ര പരിഹാരത്തിന് മുൻഗണന നൽകുന്നത്. ഏപ്രിൽ 8 നിലവിൽ വന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി ട്രംപ് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇറാൻ ഒരു ഏകീകൃത സമാധാന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതുവരെ സൈനിക നീക്കങ്ങൾ ഒഴിവാക്കാനാണ് അമേരിക്കയുടെ താല്പര്യം. എന്നാൽ അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ഇറാന്റെ ബോട്ടുകൾ നശിപ്പിക്കാൻ ട്രംപ് അമേരിക്കൻ നാവികസേനയ്ക്ക് ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 13 മുതൽ അമേരിക്ക ഇറാന് മേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഇറാനെ പ്രകോപിപ്പിക്കുന്ന പ്രധാന ഘടകം. അമേരിക്കയുടെ ഉപരോധം കാരണം ചൈനയുടെ ആയുധങ്ങൾ ഇറാനിലെത്തിക്കാൻ ഇറാന് കഴിയാതെ പോകുന്നത് ഇറാനെ ഏറെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതും ചരക്ക് കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ഈ ഉപരോധത്തിൽ മാറ്റമുണ്ടാവാനാണ്. എന്നാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പോലെ വീണ്ടും ഒരു എടുത്തുചട്ടം അത്ര എളുപ്പമല്ല. അറബ് രാജ്യങ്ങളെ തീർത്തും വിശ്വസിച്ചെടുക്കാതെയുള്ള ഒരു എടുത്തുചട്ടം ട്രംപിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. അതേസമയം ഇറാനിലെ ആണവ നിലയങ്ങളും പ്രധാന സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് വമ്പിച്ച ആക്രമണത്തിനാണ് ഇസ്രായേൽ പദ്ധതി ഇടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം എന്തിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ വേണമെന്നും താനും. ചുരുക്കത്തിൽ സൈനികമായി ഇസ്രായേൽ സജ്ജമാണെങ്കിലും അമേരിക്കൻ ഭരണകൂടം നിലവിൽ നൽകിയിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങളും നയതന്ത്ര ചർച്ചകളും കാരണമാണ് ഇസ്രായേൽ താൽക്കാലികമായി പിന്തിരിഞ്ഞു നിൽക്കുന്നത്. അമേരിക്കയുടെ സൈനികമായ ഗ്രീൻ സിഗ്നൽ ലഭിച്ചാൽ ഉടൻ ആക്രമണം തുടങ്ങാനാണ് ഇസ്രായേൽ പദ്ധതിയെന്നാണ്